ചേന്ദമംഗല്ലൂർ പുൽപ്പറമ്പ് ദറസി ഫ്ലഡ് ലൈറ്റ് മൈതാനിയിൽ അരങ്ങേറിയ അഖില കേരള ഫുട്ബോൾ മത്സരത്തിൽ പൂനൂർ ജാസ് നേരോത്ത് ജേതാക്കളായി. ഏകപക്ഷീയമായ ഒരു ഗോളിന് എയ്ക്കോ എരഞ്ഞിമാവിനെ പരാജയപ്പെടുത്തിയാണ് ആദ്യദിന മത്സരത്തിൽ ജാസ് നേരോത്ത് വിജയം നേടിയത്. ആദ്യ പകുതിയിൽ 12-ാം മിനിറ്റിൽ ജോസ് നേരോത്തിന്റെ 19-ാം നമ്പർ താരം അക്ഷയിൽ നിന്ന് പിറന്ന ഗോളാണ് വിജയവഴി തുറന്നിട്ടത്. ആദ്യ പകുതിയിലുടനീളം ഇരു ടീമുകളും തുടക്കത്തിൽ തന്നെ കനത്ത പോരാട്ടമാണ് നടത്തിയത്. 14-ാം മിനിറ്റിൽ എയ്ക്കോ എരഞ്ഞിമാവിന് സുന്ദരമായ നിമിഷം ലഭിച്ചെങ്കിലും ജോസ് നേരോത്തിന്റെ ഗോളി തടഞ്ഞിട്ടു. ആദ്യ പകുതി തീരാൻ 2 മിനിറ്റ് ബാക്കിയിരിക്കെ അക്ഷയ് വീണ്ടും മൂന്നേട്ടം നടത്തിയെങ്കിലും വിഫലമായി. രണ്ടാം പകുതിയിൽ ഇരു ടീമുകളും ഗ്രൗണ്ടിൽ നിറഞ്ഞു നിന്ന പോരാട്ടം ഗ്യാലറിയിൽ തിങ്ങി നിറഞ്ഞ കാണികളെ ഓരോ പ്രകടനവും ആവേശഭരിതരാക്കി. ഇടയ്ക്ക് റഫറിയുടെ മഞ്ഞ കാർഡ് കാണിച്ചുള്ള മുന്നറിയിപ്പും ശ്രദ്ധേയമായി. രണ്ടാമത്തെ പകുതിയിലെ 13-ാം മിനിറ്റിൽ അതിസുന്ദരമായ അവസരം വീണ്ടും എയ്ക്കോ എരഞ്ഞിമാവിന് ലഭിച്ചപ്പോൾ ഗോളി തടഞ്ഞിട്ടു. ഇരു ടീമുകളിലെ ഗോളികളുടെ കരുത്ത് മഞ്ഞ് പെയ്തിറങ്ങുന്ന തണുപ്പിൽ മൈതാനിയെ അക്ഷരാർത്ഥത്തിൽ ആവേശമാക്കിയാണ് ആദ്യദിനം കടന്നുപോയത്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മൈതാനിയിൽ പൂത്തിരികളുടെ പ്രകാശവിസ്മയവും നടത്തിയാണ് ഫുട്ബോൾ താരങ്ങളെ നാടുവരവേറ്റത്. ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ എന്ന് പറയുന്നത് ലോകത്തെ ആകെ ഒരുമിപ്പിക്കാൻ കഴിയുന്ന ഒരു വികാരമാണ് ഫുട്ബോൾ. നമ്മുടെ നാട്ടിലൊരു ചെറുപ്പക്കാരന് വേണ്ടി നമ്മുടെ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെ ഒരുമിപ്പിക്കാൻ ഈ ഫുട്ബോൾ ടൂർണമെന്റ് കൊണ്ട് കഴിയും എന്നതാണ് ഈ വലിയ ടൂർണമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സംഘാടക സമിതി ചെയർമാൻ ബെന്ന ചേന്ദമംഗല്ലൂർ അധ്യക്ഷത വഹിച്ചു. ലാൻസ് റിയൽ എസ്റ്റേറ്റ് കേരള ചെയർമാൻ കാരാടൻ സുലൈമാൻ മുഖ്യപ്രഭാഷണം നടത്തി. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു മണിക്കൂർ കിട്ടുന്ന ഈ ഒരു സംഭവം നമ്മളൊരു അഹങ്കാരം തന്നെയാണ് ശരിക്കും. മലപ്പുറം ജില്ലയും കോഴിക്കോടൊക്കെ നമുക്ക് പറയാം, ഈ ഒരു മണിക്കൂറിൽ കിട്ടുന്ന ഒരു എനർജി, ആ 14 ആൾക്കാർ തട്ടുന്ന ആ സംഭവത്തോട് കൂടിയിട്ട് നമ്മളൊരു വേറൊരു ലെവലാവുമ്പോൾ. ഇന്ത്യൻ സ്പോർട്സ് സെന്റർ ഖത്തർ പ്രസിഡന്റ് EP അബ്ദുറഹിമാൻ വിശിഷ്ടാതിയായിരുന്നു. ലോകത്ത് ഇതുവരെ നടന്നിട്ടില്ലാത്ത, ഇനി ഒരിക്കലും നടക്കുമെന്ന് ആർക്കും പ്രതീക്ഷയില്ലാത്ത രീതിയിൽ ലോകകപ്പ് സംഘടിപ്പിച്ച ആ കൊച്ചു ഖത്തറിലാണ് കുറെ വർഷങ്ങളായിട്ട് ഞാൻ ജീവിച്ചത്. 2010 ശേഷം ലോകകപ്പ് ഖത്തറിലാണ് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഖത്തറിലുണ്ടായ മാറ്റം അത് വെറും റോഡും പാലങ്ങളും സ്റ്റേഡിയങ്ങളും മാത്രമല്ല, മനുഷ്യരുടെ മനസ്സിലാണ് അത് ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. കൗൺസിലർ ഷഫീഖ് മാടായി, നിയാസ് ചികിത്സ സഹായ സമിതി ചെയർമാൻ സുബൈർ കൊടപ്പന, സംഘാടക സമിതി ഭാരവാഹികളായ മുഹമ്മദ് മോഡ, CK വഹാബ് എന്നിവർ സംസാരിച്ചു. ഉമ്മിച്ചേക്കു, ടുഡേ ന്യൂസ്, മുക്കം.